1990 ആണ്ട് മുതൽ മുടങ്ങാതെ എല്ലാ വർഷവും തൃശ്ശൂർ പൂരത്തിന് പോകുന്ന ഒരു എളിയ പൂരപ്രേമിയാണ് ഞാൻ. ജീവിതത്തിലെ വലിയൊരു സന്തോഷമാണ് ഈ തൃശ്ശൂർ പൂരം. മനുഷ്യർക്ക് ആഹ്ലാദിക്കാനുള്ള കഴിവിൻ്റെ അതിൻ്റെ ഏറ്റവും കൂടിയ ഒരു രൂപമാണ് പൂരാഘോഷം എന്നാണ് തോന്നിയിട്ടുള്ളത്. അത് കേവലം ആനകളോ അല്ലെങ്കിൽ മേളക്കാരോ വെടിക്കെട്ടോ ഒന്നുമല്ല. അതിൻ്റെ പ്രത്യേകമായ ഒരു അന്തരീക്ഷമുണ്ട്. അത് പോയി പരിചയമുള്ളവർക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു വലിയ ആഘോഷ അനുഭവത്തിൽ പങ്കാളിത്തം വഹിക്കുന്നതിലുള്ള ഒരു വലിയ സന്തോഷം, ഒരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. എല്ലാ വർഷവും കലണ്ടർ കിട്ടുമ്പോൾ ആദ്യം നോക്കുന്നത് പൂരം എന്നാണ്. അതപ്പോൾ തന്നെ കലണ്ടറിൽ രേഖപ്പെടുത്തും. ആ ദിവസം നമ്മളിങ്ങനെ കാത്തിരിക്കും. 1994 തോന്നുന്നു, അതിഭയങ്കര മഴ കാരണം പൂരം ഉണ്ടായില്ല. അതൊഴിച്ചാൽ മിക്കവാറും എല്ലാ പൂരവും കണ്ടിട്ടുണ്ട് എന്ന ഒരു സന്തോഷം എനിക്കുണ്ട്. കോവിഡ് കാലത്ത് 2 കൊല്ലം പൂരം നടത്തിയില്ല. അതിൻ്റെ ഒരു വലിയ വേദനയും അനുഭവിച്ചു. അങ്ങനെ പൂരം പുനരാരംഭിച്ചു. പലപ്പോഴും പൂരത്തിന് ചെറിയ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ആന ഓടും, ചിലപ്പോൾ വെടിമരുന്ന് അപകടം ചെറിയ തോതിലൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ചെറിയ ഈശാപോശകളൊക്കെ ഉണ്ടാവും. സംഘാടകരുമായിട്ട് വഴക്കുണ്ടാവും. ഇതൊക്കെ ഉണ്ടെങ്കിലും വലിയൊരു ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്ന പോലീസാണ്. ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ആനയും അമ്പാരിയും എന്ന പോലെ, അല്ലെങ്കിൽ വെടിക്കെട്ടും പഞ്ചവാദ്യവും പാണ്ഡിമേളവും എന്ന പോലെ പോലീസാണ്. ഒരു പോലീസുകാരൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ നോട്ടപ്പശകുണ്ടായാൽ, എന്തെങ്കിലും അനുചിതമായ പെരുമാറ്റം ഉണ്ടായാൽ മൊത്തം പൂരപ്പൊളി. അപ്പോൾ ഇതാണ് പൂരത്തിൻ്റെ ഒരു രീതി. ഞാനിത് പറഞ്ഞത് ഈ പൂരത്തിൽ പോലീസ് എത്ര പ്രധാനമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തവണത്തെ പൂരം നമുക്കറിയാം, ആകെ അലങ്കോലമായി, വലിയ പ്രശ്നമായി, അത് വലിയ വിവാദമായി, രാഷ്ട്രീയ വിവാദമായി. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വോട്ടെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു, വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, റിസൾട്ട് വന്നേക്ക് മുമ്പ് പറഞ്ഞു, റിസൾട്ട് വന്നതിന് ശേഷവും പറഞ്ഞു. ഈ വിഷയത്തെക്കുറിച്ച് നേരത്തെ പലതവണ പറഞ്ഞാണ്. പക്ഷേ ഇപ്പോൾ അത് മറ്റൊരു തലത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോഴത്തെ വിവാദം എന്ന് വെച്ചാൽ നമുക്കറിയാം, അൻവർ സാഹിബ് പറയുന്നത് ഈ പൂരം കലക്കിയത് അഡീഷണൽ DGP MR അജിത് കുമാറാണ്. അജിത് കുമാർ ഇത് ചെയ്തത് BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് അദ്ദേഹം പറയാതെ പറയുന്നത്. പിണറായി വിജയൻ്റെ താല്പര്യപ്രകാരമാണ് പൂരം കലക്കിയത്. കാരണം സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു കൊടുക്കാം എന്ന് BJP നേതൃത്വവുമായിട്ട് വിജയൻ സഖാവ് നേരത്തെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ പ്രത്യുപകാരമായിട്ട് അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിലുള്ള മാസപ്പടി കേസ് BJPക്കാർ ഒതുക്കും എന്നുള്ളതായിരുന്നു അതിൻ്റെ വ്യവസ്ഥ എന്ന്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മാസപ്പടി കേസ് കാര്യമായിട്ടൊന്നും കേൾക്കുന്നില്ല എന്നുമാണ് വ്യംഗ്യം. അൻവർ പറയാൻ പഠിച്ച കാര്യങ്ങൾ VD സതീശൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം പൂരം കലക്കിയത് ആരാണ് എന്നാണ്. നമ്മുടെ തോറ്റ സ്ഥാനാർത്ഥി സുനിൽകുമാറും പൂരം കലക്കിയതിൻ്റെ പുറകിൽ ഗൂഢാലോചനയുണ്ട്, പോലീസിൻ്റെ പുറകിൽ ആരൊക്കെയോ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. MR അജിത് കുമാറിൻ്റെ പേരെടുത്ത് പറഞ്ഞില്ല എന്നും. അപ്പോൾ പൂരപ്പറമ്പിൽ എന്താണ് സംഭവിച്ചത്, ആർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന ഒരു വിഷയം രാഷ്ട്രീയ നിരീക്ഷകനായിട്ടല്ല, ഒരു പൂരപ്രേമിയുടെ ഭാഗത്തു നിന്ന് വിശകലനം ചെയ്യാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഇതിൽ പോരായ്മകളോ തെറ്റുകുറ്റങ്ങളോ ഉണ്ടെങ്കിൽ പൂര കമ്മിറ്റിക്കാർ എന്നോട് ക്ഷമിക്കട്ടെ. വടക്കുംനാഥനും അതുപോലെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും ക്ഷമിക്കട്ടെ. പൂരപ്പറമ്പിൽ എന്ത് സംഭവിച്ചു? കഴിഞ്ഞ വർഷം, അതായത് 2023 ഇതേ കമ്മീഷണർ തന്നെയാണ് തൃശ്ശൂരുണ്ടായത്. അയാളുടെ പേര് അങ്കിത് അശോകൻ എന്നാണ്. 2023 യാതൊരു തെരഞ്ഞെടുപ്പും ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇതേ കമ്മീഷണർ പൂരാഘോഷത്തിനിടയ്ക്ക് പലവിധ അനാവശ്യ ഇടപെടലുകളും നടത്തി നാട്ടുകാരെ വെറുപ്പിച്ചു, ദേവസ്വം കമ്മിറ്റിക്കാരെ വെറുപ്പിച്ചു. അങ്ങനെ ഇയാളെ വെച്ചുകൊണ്ട് പൂരം നടത്താൻ പറ്റുകയില്ല എന്ന് കഴിഞ്ഞ വർഷം തന്നെ ഈ പാറമേക്കാവും തിരുവമ്പാടിയും ഘടകപൂരങ്ങളുമൊക്കെ പറഞ്ഞതാണ്. കളക്ടറുടെ അവലോകന മീറ്റിങ്ങിലും പറഞ്ഞ, പൂരം കഴിഞ്ഞപ്പോൾ പറഞ്ഞ. പക്ഷേ ഇത്തവണയും 2024 അദ്ദേഹത്തെ തന്നെ കമ്മീഷണറായിട്ട് തൃശ്ശൂർ നിലനിർത്തിയതിൻ്റെ പുറകിൽ അജിത് കുമാറിൻ്റെ കരങ്ങളുണ്ടോ, പൂരം കലക്കാനായിട്ട് പിണറായി വിജയനും BJP നേതൃത്വവും തമ്മിൽ വല്ല കരാറുമുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ രാവിലെ കാണുന്നത് എന്താ വെച്ചാൽ, പൂരത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് കണിമംഗല ശാസ്താവ് ആനപ്പുറത്ത് എഴുന്നള്ളുമ്പോഴാണ് പൂരാഘോഷം നടക്കുന്നത്.
മഞ്ഞും വെയിലും കൊള്ളാതെ കണിമംഗല ശാസ്താവ് പൂരപ്പറമ്പിൽ പ്രവേശിക്കുമ്പോഴാണ് പൂരാഘോഷം അവിടെ ആരംഭിക്കുക. അങ്ങനെ കണിമംഗല ശാസ്താവ് വരുന്ന സമയത്ത് തന്നെ അവിടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. റോഡ് വൺ വേ അല്ലാതാക്കി നിരവധി വാഹനങ്ങൾ കടത്തിവിട്ട് ശാസ്താവിൻ്റെ ശ്രീമൂലസ്ഥാനത്തേക്കുള്ള എഴുന്നള്ളത്ത് തടസ്സപ്പെട്ടു. അപ്പോൾ മുതൽ പ്രശ്നങ്ങളാണ്. അവിടെ മുതൽ നിരന്തരമായ പോലീസിൻ്റെ അനാവശ്യ ഇടപെടലുകൾ കൊണ്ട് പൂരത്തിൻ്റെ ശോഭ മങ്ങി. ഈ സ്വരാജ് റൗണ്ടിലേക്ക് പൂരപ്രേമികൾക്ക് വരുന്നതിന് പല തടസ്സങ്ങളും നേരിട്ടു. ആളുകൾ പോലീസിനെയും സംഘാടകരെയും ശാപിക്കുന്ന ഘട്ടമുണ്ടായി. അത് കഴിഞ്ഞ് ഒരു തിരുവമ്പാടി ഭാഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് മടത്തിലെ വരവാണ്. അവിടുത്തെ ഗംഭീരമായ പഞ്ചവാദ്യം. മടത്തിലെ വരവ് കാണാനായിട്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഉണ്ടാവും. CPI-കാരും കോൺഗ്രസ്സുകാരും BJP-കാരും ഒക്കെ ഉണ്ടാവും. CPM-കാരും അങ്ങനെ കാണാറില്ല. ഈ മടത്തിലെ വരവിൻ്റെ സമയത്ത് വീണ്ടും പോലീസുകാർ ഇടപെട്ടു. അതിനെപ്പറ്റി K. മുരളീധരൻ തന്നെ പറഞ്ഞു. പോലീസിൻ്റെ അനാവശ്യ ഇടപെടലുകൾ കൊണ്ട് മടത്തിലെ വരവ് ഏറെക്കുറെ അലങ്കോലമായി. ആ ഘട്ടത്തിലും സർക്കാർ ഇടപെട്ടില്ല. അപ്പോൾ മന്ത്രി രാജൻ അവിടെ ഉണ്ട്, രാജൻ ഈ പൂരപ്പറമ്പിലുണ്ട്, MLA ബാലചന്ദ്രൻ അവിടെ ഉണ്ട്, സ്ഥാനാർത്ഥി സുനിൽകുമാർ അവിടെയുണ്ട്. ഇവരൊക്കെ എല്ലാ പൂരത്തിനും വരുന്ന ആളുകളാണ്. ഇവർ പൂരത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. ഇവരാരും യാതൊന്നും ചെയ്തില്ല. അവർക്ക് ഇടപെടാമായിരുന്നല്ലോ. രാജൻ ഈ നാട് ഭരിക്കുന്നൊരു മന്ത്രിയല്ലേ. അദ്ദേഹത്തിന് ആ പോലീസ് കമ്മീഷണറെ വിളിച്ചിട്ട് താൻ കമ്മീഷണറൊക്കെയാണ് കാര്യമൊക്കെ കൊള്ളാം, പക്ഷേ അനാവശ്യമായിട്ട് പോലീസിനെ ഇറക്കി ഷോ കാണിക്കരുത് എന്ന് പറയാമായിരുന്നു. അദ്ദേഹം പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഏതായാലും പോലീസിൻ്റെ ഇടപെടൽ പണ്ടത്തെ പോലെ തന്നെ തുടർന്നു. ആ മന്ത്രി ബിന്ദു അവിടെയുണ്ട്. ബിന്ദുവിനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി MM വർഗീസ് അവിടെയുണ്ട്. ഇവർക്കൊക്കെ ഇടപെടാം. MM വർഗീസ് ചേട്ടന് പറയാം, എടോ കമ്മീഷണറെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ കമ്മീഷണർ അപ്പോൾ പത്തി താഴ്ത്തും. അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് വിളിച്ച് പറയാം. ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് ഈ കമ്മീഷണറെ ഒന്ന് മര്യാദ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഈസിയായിട്ട് നിസ്സാരമായിട്ട് നടക്കുമായിരുന്നു. അത് ചെയ്തില്ല. അത് ചെയ്തിരുന്നെങ്കിൽ വൈകുന്നേരത്തെ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാമായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2 മണിക്ക് അല്ലെങ്കിൽ 2:20 ആരംഭിക്കുന്ന വേറൊരു ചടങ്ങുണ്ട്. അത് പാറമേക്കാവിൻ്റെ അതിഗംഭീരമായ എലഞ്ഞിത്ര മേളമാണ്. എലഞ്ഞിത്ര മേളം ഇത്തവണയും ഗംഭീരമായിരുന്നു. കിഴക്കൂട്ട അനിയന്മാരായിരുന്നു സംഘവും. അവിടെ K. മുരളീധരനുണ്ട്, ബിന്ദു ടീച്ചറുണ്ട്, MM വർഗീസുണ്ട്, സുനിൽകുമാറുണ്ട്, CP ജോണുണ്ട്. ഈ രാജ്യത്തെ യോഗ്യന്മാരെല്ലാവരും പന്തലിനകത്തുണ്ട്. പക്ഷേ പന്തലിന് പുറത്ത് നിന്നത് കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ മുഴുവൻ ഈ പോലീസുകാർ ഉന്തിത്തള്ളി പുറത്താക്കി. എന്ന് മാത്രമല്ല അതിഭയങ്കരമായ സെക്യൂരിറ്റിയാണ്. വല്ല പാകിസ്ഥാൻ്റെ ബോംബാക്രമണമോ അല്ലെങ്കിൽ മിസൈൽ ആക്രമണമോ ഉണ്ടാവുമെന്ന് നമ്മൾ പേടിച്ചു. കാരണം അതുപോലത്തെ ബദ്ധവസ്ഥ. പൂരപ്രേമികൾ എന്ന് പറഞ്ഞ് വിഭാഗത്തെ ആട്ടി ഓടിക്കുന്ന പോലീസിനാണ് നമ്മൾ കണ്ടത്. ഇത് തന്നെ തെക്കോട്ടിറക്കത്തിൻ്റെ സമയത്തും കുടമാറ്റത്തിൻ്റെ സമയത്തും ഏറിയും കുറഞ്ഞും ഉണ്ടായി. ചുരുക്കി പറഞ്ഞാൽ നാട്ടുകാരെ വെറുപ്പിച്ചു, പരിപൂർണമായിട്ട് വെറുപ്പിച്ചു. രാത്രിയിൽ ഇതേ ചടങ്ങുകൾ ആവർത്തിക്കും. അപ്പോഴും ഇതേ ഗുണ്ടായുസം തന്നെ പോലീസുകാർ നടത്തി. അതുകൊണ്ടാണ് ഈ തിരുവമ്പാടി ദിവസവും പാറമേക്കാവൊക്കെ അവരുടെ പരിപാടി നിർത്തിവെച്ചത്. അത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇത് കാണാൻ ആളില്ലല്ലോ. ആളുകൾ കാണാൻ വേണ്ടിയിട്ടല്ലേ പൂരാഘോഷം നടത്തുന്നത്. അവിടെ തിരുവമ്പാടി ഭഗവതിയും ആനക്കാരും ചെണ്ടക്കാരും മാത്രം പോരല്ലോ, ദേവസ്വം കമ്മിറ്റിക്കാർ മാത്രം പോരാ. പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പൂരം കാണാൻ വരുന്ന ആളുകളാണ്. അവരെ മുഴുവൻ ആട്ടി ഓടിക്കുന്നു. ആ സമയത്തും MLA ബാലചന്ദ്രനാണ്, റവന്യൂ മന്ത്രി രാജനാണ്, സ്ഥാനാർത്ഥി സുനിൽകുമാറാണ്. അവർക്ക് പോലീസിനോട് പറയാമായിരുന്നു, പോലീസുകാർ തോന്നിവാസം കാണിക്കരുത്, ഇത് തൃശ്ശൂർക്കാരുടെ വലിയൊരു ആഘോഷമാണ്, കമ്മീഷണർമാർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ഇതിനേക്കാളും കൊടി കെട്ടിയ കമ്മീഷണർമാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അന്നൊക്കെ പൂരം നടന്നിട്ടുണ്ട് എന്ന് പറയേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ടായിരുന്നു. അവരാരൊന്നും പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഇവർ പൂരാഘോഷം രാത്രി നിർത്തിവെക്കേണ്ടി വന്നത്. അപ്പോഴാണ് ഈ സുരേഷ് ഗോപി എവിടെ നിന്നോ ആംബുലൻസിൽ കയറി അവിടെ വന്ന് അവതരിച്ചു. അദ്ദേഹം ഏതാണ്ട് കമ്മീഷണർ സിനിമയിലെ പോലെ ആ ഒച്ച പിടിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെയാണ് ഈ നിർത്തിവെച്ച വെടിക്കെട്ട് രാവിലെ 8 മണിക്ക് നടത്തുന്ന സംഗതിയിലേക്ക് പോയത്. അപ്പോൾ ഇതിൽ ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായതെന്ന് ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ. ആരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായത്? അവിടെ വീഴ്ച ഉണ്ടായത് നമ്മുടെ നാട് ഭരിക്കുന്ന സംസ്ഥാന മന്ത്രിമാരുടെ ഭാഗത്താണ്, ഇവിടുത്തെ ജനനേതാക്കന്മാരുടെ ഭാഗത്താണ്. ഇവരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ് സുരേഷ് ഗോപിയുടെ ഇടപെടലിന് അല്ലെങ്കിൽ ഈ അലങ്കോലമായ പൂരം 8 മണിക്ക് രാവിലെ വെടിക്കെട്ട് നടത്തുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത്.
അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നുണ്ട് ആർക്കും ഭൂഷണമല്ല. എം.ആർ. അജിത് കുമാറിന് വല്ല താല്പര്യങ്ങളും ചിലപ്പോൾ ഉണ്ടായിക്കാണും. തൃശ്ശൂർ പൂരം ഇല്ലായ്മ ചെയ്യണം എന്ന് താല്പര്യമുള്ള ആളുകൾ കുറച്ച് പേരുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് കൊച്ചി ദേവസ്വം ബോർഡ് ആദ്യമേ തന്നെ തറവാടക കൂട്ടി ദേവസ്വങ്ങളെ വെല്ലുവിളിച്ച്. ദേവസ്വം നടത്തുന്ന ആളുകൾ അതിലും വില്ലന്മാരായിട്ട് അവർ പറഞ്ഞു ഇത്തവണ പൂരമില്ല, ചടങ്ങായിട്ട് മാത്രമേ പൂരമുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ മുഖ്യമന്ത്രി ഇടപെട്ടാണ് ഈ പൂരാഘോഷം നടത്താൻ തീരുമാനിച്ചത്. ഇതൊക്കെ ഈ കണ്ണടച്ച ആർക്കും ഇരുട്ടാക്കാൻ പറ്റുകയില്ല. ഇവിടെ റവന്യൂ മന്ത്രി കൃത്യസമയത്ത് ഇടപെട്ടെങ്കിൽ, അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി കൂടിയായിട്ടുള്ള രാധാകൃഷ്ണൻ, അദ്ദേഹവും അധികം ദൂരെ അല്ലാതെ ഉണ്ടായിരുന്നു, അദ്ദേഹം തൃശ്ശൂർ ജില്ലക്കാരനാണ്, അദ്ദേഹത്തിന് ഇടപെടാൻ വരും. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വിളിച്ച് പറയാമായിരുന്നു, അദ്ദേഹമുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലക്കാരൻ. ഇവരാരും ഒന്നും ചെയ്തില്ല. അങ്ങനെ രാവിലെ കണിമംഗല ശാസ്താവ് എഴുന്നള്ളുമ്പോൾ തുടങ്ങിയ കലാപം പിറ്റേ ദിവസം കാലത്ത് 8 മണിക്ക് വെടിക്കെട്ട് നടക്കുന്നവർ നീണ്ടുന്നു. അപ്പോൾ പൂരം കലക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ അത് പോലീസാണ്. അതിൻ്റെ പ്രധാന ഉത്തരവാദി അങ്കിത് അശോകൻ എന്ന് പറഞ്ഞ പോലീസ് കമ്മീഷണറാണ്. അയാളുടെ കീഴിലുണ്ടായിരുന്ന മറ്റു ഉദ്യോഗസ്ഥന്മാരാണ്. ഇതിൽ യാതൊരു സംശയമില്ല. അതിന് അജിത് കുമാറിൻ്റെ താല്പര്യം ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ താല്പര്യം ഉണ്ടായിരുന്നു. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടില്ല, എനിക്കറിയാനും വയ്യ. പക്ഷേ ഇതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ നാട്ടുകാരുടെ ഇടയിൽ വലിയ വിപ്രതിപത്തി ഉണ്ടായി. ഇനി പൂരം കലങ്ങിയില്ലായിരുന്നെങ്കിൽ സുനിൽകുമാർ ജയിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. പൂരം കലങ്ങിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കെ മുരളീധരൻ ജയിക്കുമായിരുന്നു. സുനിൽകുമാർ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. കാരണം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായൊരു സംഭവം തൃശ്ശൂരുണ്ടായി. ആ തൃശ്ശൂർ ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് നടത്തിയത് CPM-കാരാണ്. പക്ഷേ തട്ടിപ്പ് നടത്തിയത് പോട്ടെ, 100-100 ചില്ലാനും കോടി രൂപ എങ്ങും തൊടാതെ വിഴുങ്ങി എന്നാണ് ജോയിൻ്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ഇപ്പോഴും അവിടെ ഇരിക്കുകയാണ്. മറ്റേ മനോരമക്കാർ പറയുന്നത് 300 കോടി എന്നാണ്. അത് വേണ്ട, എങ്ങനെ പോയാലും 103 കോടി കാണാതെ പോയിട്ട് അതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരെയും തിരിച്ചെടുത്തു. ഈ തട്ടിപ്പ് നടത്തിയ ആളുകളെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കാൻ വന്നപ്പോൾ സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര ഇടപെടലിനെതിരായിട്ട് സെമിനാർ സിമ്പോസിയം സംഘടിപ്പിച്ചാരാ? പോട്ടെ, സുനിൽകുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് ഈ സഹകരണ തട്ടിപ്പിലെ ഒരു പ്രധാന പ്രതിയായ, അല്ലെങ്കിൽ ഈ എൻഫോഴ്സ്മെൻറ്റുകാരെ ആഴ്ചയിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് MK കണ്ണനെ നിയമിച്ചതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സത്യം പറഞ്ഞ അൻവർ പറഞ്ഞാൽ എനിക്കൊരു സംശയമുണ്ട്. കാരണം സുനിൽകുമാർ ജയിക്കരുതെന്ന് നിർബന്ധമുള്ളത് CPM ലീഡർഷിപ്പിനാണ്. അതുകൊണ്ടാണ് അവർ ഇതുപോലത്തെ ഉടായിപ്പ് പരിപാടികളൊക്കെ നടത്തിയത്. അതുകൊണ്ടാണ് ഇരിങ്ങാലക്കുടയിൽ സുരേഷ് ഗോപി 1ാം സ്ഥാനത്ത്, സുനിൽകുമാർ 3ാം സ്ഥാനത്ത് പോയത്. ഇരിങ്ങാലക്കുടയിലാണ് ഈ കരുവന്നൂർ ബാങ്ക് ഇരിക്കുന്നത്. അത് തൃശ്ശൂർ പൂരം കലങ്ങിയതുകൊണ്ടല്ലല്ലോ. തൃശ്ശൂർ പൂരം കലങ്ങിയതുകൊണ്ട് തൃശ്ശൂർ ടൗണിലെ വോട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലത്ത് വോട്ട് കുറഞ്ഞാൽ മനസ്സിലാക്കാം. അവിടുന്ന് എത്ര ദൂരെയാണ് ഇരിങ്ങാലക്കുട? ഇരിങ്ങാലക്കുട അമ്പലത്തിലെ ഉത്സവമല്ലല്ലോ കലങ്ങിയത്. അവിടെ കലങ്ങിയത്, ഇടതുപക്ഷം കലങ്ങിയത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കൊണ്ടാണ്. സുനിലിൻ്റെ വീടിരിക്കുന്നത് അന്തിക്കാട്ട് ആർക്കാ ഭൂരിപക്ഷം കിട്ടിയത്? ആരെ ലീഡ് ചെയ്ത്? പോട്ടെ, ഈ പൂരവുമായിട്ട് ഒരു ബന്ധവും പുലബന്ധവുമില്ലാത്ത M വർഗീസിൻ്റെ നാടായ പാണഞ്ചേരിയിലും ബീച്ചിലും ആരെ ലീഡ് ചെയ്ത്? അത് പൂരം കലങ്ങിക്കൊണ്ടാണ്. അവിടെ കുടിയേറ്റക്കാരുടെ മേഖലയല്ലേ, പൂരപ്രേമികളുള്ള സ്ഥലമല്ല. അപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ നമ്മൾ വെറുതെ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട്, വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട്, തോൽവിക്ക് ഉത്തരവാദികളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറയാം എന്നല്ലാതെ പൂരം കലങ്ങിൻ്റെ ഉത്തരവാദികൾ ആരാണ്, അത് പൂരം കലങ്ങി കൊണ്ട് ആർക്കാണ് ഗുണം കിട്ടിയത് എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വളരെ കൈപ്പേറിയതായിരിക്കും എന്നാണ് ഒരു പൂരപ്രേമിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.